ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഗോതമ്പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് പണികളൊന്നുമില്ല. നമുക്ക് മാവൊക്കെ കുഴച്ചിട്ട് ഉള്ളിലൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഫില്ലിങ്ങിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവും പൂരിമാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല പോലെ അതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളം തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം സമയം കുഴച്ച് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഓയിലൊന്ന് തടവി കൊടുക്കാം. നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നവരെ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഓയിൽ ഇതുപോലെ പുരട്ടി കൊടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. അതിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് വാട്ടി സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഉള്ളി സോഫ്റ്റായി വന്ന ശേഷം ഞാനിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മാവിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സവോള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം ഒരല്പം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചൊരു 2 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി ഈ ഒരു മസാലയൊക്കെ ഉള്ളിലും തക്കാളിയിലൊക്കെ പിടിച്ച് നന്നായിട്ട് തന്നെ ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് ഞാനിവിടെ അടച്ച് വെച്ചിട്ടൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടതോടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് വെള്ളമൊക്കെ കൂടുതലുണ്ടെങ്കിൽ തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഇതിലേക്ക് 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ട ഞാനിവിടെ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ മുട്ടയും ഇതുപോലെ 4 എണ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഇവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ബോൾസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. തീരെ കട്ടിയില്ലാതെ ഇതുപോലെ തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസുകളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം.
അപ്പോൾ അതൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിത് വളരെ തിന്നായിട്ട് പരത്തി എടുത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ നടുഭാഗത്തൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ലെയറായിട്ട് കിട്ടും. മാത്രമല്ല കുറച്ച് കട്ടിയും കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് 2-3 പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വെച്ച് കൊടുക്കരുത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ നിന്ന് 1 പീസ് മുട്ടയും വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ടാമത്തേത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിവിടെ ചുറ്റുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടെ അങ്ങനെ ഒരുമിച്ചൊന്ന് കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു പൂവിൻ്റെ ആകൃതിയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഈ ഒരു പൂവിൻ്റെ ആകൃതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേറെ വല്ല ഷേപ്പിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ തയ്യാറാക്കി എടുക്കുക. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും ഇത് കാണാൻ. അപ്പോൾ ഇതുപോലെ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് വേറെ രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. 2 അപ്പം ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ്ങും മുട്ടയും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടും 2 അപ്പം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഫ്ലവറിൻ്റെ പോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിലും 2 ലെയറായിട്ട് തന്നെ കിട്ടും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. പക്ഷേ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കുറച്ചും കൂടി കട്ടി കൂടും. അപ്പോൾ ഇതുപോലെ കട്ടി കൂടി നിൽക്കുമ്പോൾ അത് കഴിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുത്ത പോലെ ചെയ്യായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തുള്ള ഭാഗത്തൊന്നും ഒരുപാട് കട്ടിയിൽ മാവ് ഉണ്ടാവില്ല. അപ്പോൾ ഇതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണം ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കൊക്കെ ഇതുപോലെ ഒന്ന് എണ്ണാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വശം അത്യാവശ്യം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിവിടെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ചധികം സമയം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ഫ്രൈ ആയിട്ട് കളർ ഒരുപാട് മാറിക്കിട്ടൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടൊരു പലഹാരമാണ് കേട്ടോ. ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കണം. മുട്ട പപ്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമാവും. പിന്നെ ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കും നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നും. അപ്പോൾ ഒരു ബാച്ച് ഇവിടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളൊരു തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു റെസിപ്പിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുകയും വേണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്